ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെയാണിലേക്ക് സ്വാഗതം. പടക്കളം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ റിലീസ് ഡേറ്റ് മെയ് 8 എന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു പാട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്, ചതുരംഗപ്പോര് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. പിന്നെ മാത്യു തോമസ് അഭിനയിക്കുന്ന ഒരു ഈച്ചയും മെയിൻ കഥാപാത്രമായിരുന്ന ഒരു പടമാണ് ലവ്ലി എന്ന് പറഞ്ഞിട്ടുള്ള പടം. 3Dയിൽ റിലീസ് ചെയ്യാൻ പോകുന്ന പടമാണ്. അത് ഏപ്രിൽ 3 4 അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. പിന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മെയ് 2 ആക്കിയിട്ടുള്ള ഒഫീഷ്യൽ റിലീസ് ഡേറ്റ്. പിന്നെ ഡിമോന്റെ കോളനി 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം അടുത്ത് പുറത്തിറങ്ങിയിരുന്നു. അതിനുശേഷം ഡിമോന്റെ കോളനി 3 ഉണ്ടാവും എന്നുള്ളതിൽ അനൗൺസ് ചെയ്തതാണ്. അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയതാണ്. എന്തായാലും മാൾട്ടയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന്റെ ഒരു കാസ്റ്റിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പുരി ജഗന്നാഥ് അടുത്തായിട്ട് വിജയ് സേതുപതിനെ വെച്ചിട്ടാണ് പടം എടുക്കുന്നത്. അപ്പോൾ ആ പടത്തിൽ ടാബു ഒരു മെയിൻ കഥാപാത്രം എത്തുന്നുണ്ട് എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫോട്ടോ ഇട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ 8 എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി വിഷ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ തുടരുന്ന പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു 3-4 സ്റ്റിൽസ് കിട്ടിയിട്ടുണ്ട്. അതിലിപ്പോൾ ഈ കാണിക്കുന്ന സ്റ്റില്ല് ഒരു ഡ്രസ് അടയുള്ള സ്റ്റില്ലാണ്. അതിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തൊക്കെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ജാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സണ്ണിഡിയോളും മെയിൻ കഥാപാത്രം എത്തിയ പടം ഗോപിചന്ദ് മല്ലിനെയാണ് പടം എടുത്തിട്ടുള്ളത്. ആ പടത്തിന്റെ 4 കളക്ഷൻ 49.3 കോടി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഹരീഷ് കല്യാണിന്റെ 15ാമത്തെ പടം അത് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് തുടങ്ങുന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്നുവെച്ചാൽ റേജ് ഇൻ പ്രോഗ്രസ് എന്നുള്ള രീതിയിൽ വിനീത് വരപ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. പിന്നെ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞിട്ടുള്ള യുഎസിൽ ഏപ്രിൽ 17 റിലീസ് ആവാനുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ അർജുൻ സൺ ഓഫ് വൈജയന്തി എന്ന് പറഞ്ഞ പടത്തിന്റെ റിലീസ് ഏപ്രിൽ 18 അപ്പോൾ അതിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. പടത്തിന് ഉപകാര സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മദ്രാസ് മാറ്റിനി എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് ടൈറ്റിൽ സ്റ്റോറി എന്ന് പറഞ്ഞൊരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ കീനോ എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിരിക്കുകയാണ്, അതിന് പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ ക്രേസ്കി എന്ന് പറഞ്ഞ പടത്തിന്റെ പുൾ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ സറണ്ടർ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഗരം മസാല എന്ന് പറഞ്ഞിട്ടുള്ള പടം സമ്മറിലാണ് റിലീസ് ആവാനുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അബ്ദുൽ മജീദ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് വേമലും യോഗി ബാബു അഭിനയിക്കുന്ന ഒരു പടം ആ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് വരും എന്ന് പറഞ്ഞിരുന്നു. വിജയ് സേതുപതി ലോഞ്ച് ചെയ്യുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ പടം. പിന്നെ വല്ലമൈ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഏപ്രിൽ 25 പടം റിലീസ് ആകാൻ പോകുന്നത്. പ്രേംകിയാണ് മെയിൻ കഥാപാത്രം എത്തുന്നത്. പിന്നെ എനിക്ക് തിയേറ്ററിൽ പോയിട്ട് ഒരു മാരക തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ പടമാണ് KGF ചാപ്റ്റർ 2. ആ പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ DD അല്ലെങ്കിൽ ഡെവിൾസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം സന്താനത്തിന്റെ വരാൻ പോണ പടമാണ്. അവിടത്തിന്റെ കർണാടക റൈറ്റ്സ് എടുത്തിരിക്കുന്നത് മീഡിയ കൺസൾട്ടൻസി ആണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബോബി സിംഹ അഭിനയിക്കുന്ന തട ഉദയ് എന്ന് പറഞ്ഞിട്ടുള്ള പടം അവിടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ ഡിയർ ഉമ്മ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് 4 days to go പോസ്റ്റർ വന്നു. പിന്നെ ബൂട്ട്നി എന്ന് പറഞ്ഞ പടം മെയ് 1 റിലീസ് ആണെന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ ജുവൽ തീഫ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും നെറ്റ്ഫ്ലിക്സിലൂടെയാണ് പടം റിലീസ് ആകാൻ പോകുന്നത്. എന്തായാലും ഈ ട്രെയിലർ കൂടാതെ ടൈറ്റിൽ ട്രാക്കും പുറത്തിറക്കിയിട്ടുണ്ട് ഇപ്പോൾ പടത്തിന്റെ. പിന്നെ തെരി എന്ന് പറഞ്ഞിട്ടുള്ള തലപതി ജയുടെ അറ്റ്ലി എടുത്ത പടം ഫസ്റ്റ് അറ്റ്ലി തലപതി ജനെ വെച്ച് എടുത്ത പടമാണ്. അതാണ് അവരുടെ കോമ്പോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം എന്ന് പറയുന്നു. എന്തായാലും ഇറങ്ങിയിട്ട് 9 വർഷമായിട്ടുണ്ട്. പിന്നെ വീരൻ എന്ന് പറഞ്ഞിട്ടുള്ള അജിത് കുമാറിന്റെ പടം റിലീസിന് വരികയാണ് മെയ് 1. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ടീസർ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ താങ്ക് യു ഫോർ ദ മോട്ടിവേഷൻ അങ്ങനെ എന്തോ എഴുതിയിട്ട് സൽമാൻ ഖാൻ 2 ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. 2 ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് ഫോട്ടോസ്, വർക്കൗട്ട് ചെയ്യുന്ന മാതിരത്തിൽ ഫോട്ടോസാണ്. പിന്നെ റൈഡ് 2 എന്ന് പറഞ്ഞ അടുത്ത കമല എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വരാൻ പോവാണ് ഏപ്രിൽ 16. അപ്പോൾ അതിന്റെ 2 പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ട്. പിന്നെ മാസ് ജാദാര എന്ന് പറഞ്ഞ അടുത്ത തൂ മേര ലവർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. യൂട്യൂബിൽ ട്രെൻഡിങ്ങിലൊക്കെയാണ് ഇപ്പോൾ. പിന്നെ സച്ചിൻ എന്ന് പറഞ്ഞ പടത്തിന്റെ UKയിലത്തെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞിരുന്നു, ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ 10 hours എന്ന് പറഞ്ഞ പടത്തിന്റെ സ്നീക്ക് വീക്ക് പുറത്തിറങ്ങി. പിന്നെ മാമൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഐശ്വര്യലക്ഷ്മിയും സൂര്യയും മെയിൻ കഥാപാത്രം എത്തുന്നതാണ്. ഈ പടത്തിന്റെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് അറിയിച്ചിരിക്കുകയാണ് മെയ് 16 എന്നുള്ളത്. എന്നുവെച്ചാൽ മെയ് 16 ഇതിന്റെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് ആയി അറിയിച്ചിട്ടുള്ളത്. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസിന്റെ പടത്തിലത്തെ മിന്നൽ വല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ അയ്യപ്പനും കോശി എന്ന് പറഞ്ഞിട്ടുള്ള പടം മലയാളത്തിൽ സച്ചി എടുത്ത പടമാണ്. ഒരു നല്ല പടം തന്നെയായിരുന്നു. ബിജു മേനോനും പൃഥ്വിരാജും വരുന്ന അതിൽ അഭിനയിച്ചിട്ടുണ്ടായത്. അതിനുശേഷം അത് തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തായിരുന്നു. വലിയ കാര്യമൊന്നും ആയില്ല. അപ്പോൾ എന്തായാലും ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാൻ പോകുക എന്നുള്ളതാണ് കേൾക്കുന്നത്. അതിൽ ജോൺ അബ്രഹാം ആയിരിക്കും ഒരു ക്യാരക്ടർ ചെയ്യുക എന്നുള്ള കേൾക്കുന്നുണ്ട്. അതിന് എങ്ങനെയാവുന്നുള്ള കണ്ടു അറിയണം. പിന്നെ ജയിലർ 2 എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കേരളത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. എന്തായാലും പടയപ്പം എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇറങ്ങിയിട്ട് 26 വർഷമായിട്ടുണ്ട്. ആ ദിവസം തന്നെ ജയിലർ 2ന്റെ ഫസ്റ്റ് ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് MA കൃഷ്ണൻ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ അജിത് കുമാറിന്റെ ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള പടം തമിഴ്നാട്ടിൽ മാത്രം 100 കോടി കളക്ഷൻ നേടിയിരിക്കുകയാണ്. എന്തായാലും പടം ഇപ്പോൾ UKയിലൊക്കെ 12 വയസ്സിന് മുകളിലേക്ക് ഉള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വെർഷൻ പുറത്തിറക്കാൻ പോവുകയാണ് ഏപ്രിൽ 18 മുതൽ. പിന്നെ അജിത് കുമാർ ചെറിയ ഗ്യാപ്പ് എടുക്കുക എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു റേസിന്റെ കാര്യത്തിലും ഇതിലൊക്കെ ആയിട്ട്. എന്തായാലും ഇപ്പോൾ അടുത്ത പറഞ്ഞു കേൾക്കുന്നത് അജിത് കുമാറിന്റെ അടുത്ത പടം AK-64 എന്ന് പറഞ്ഞിട്ടുള്ള പടം ആദിക് രവിചന്ദ്രൻ എന്നായിരിക്കും കൊടുക്കുക എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും 2026 തുടങ്ങുന്ന പുറത്തിറങ്ങുന്ന അങ്ങനെ എന്തോ രീതിയിലും കേൾക്കുന്നുണ്ട്. എന്തായാലും 2026 എന്ന് പറയുമ്പോൾ വലിയ ഗ്യാപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും കണ്ടറിയാൻ എന്താ നടക്കാൻ പോകുന്നത്. പിന്നെ STR49 സിലംബരസൻ ടിആറിന്റെ 49ാമത്തെ തടത്തിൽ സായബ് ബെൻകർ ആയിരിക്കും മ്യൂസിക് ചെയ്യാന്നുള്ള രീതിയിൽ കേട്ടായിരുന്നു. അപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. സായബ് ബെൻകർ ഓൺബോർഡ് ആയിട്ടുണ്ട് പടത്തിൽ. അപ്പോൾ 2 ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് STR-നായിട്ടുള്ള 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മദ്രാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഈ പടത്തിന്റെ റിലീസ് ഡേറ്റ് സെപ്റ്റംബർ 5 ആയിരിക്കും എന്നുള്ളത് മുന്നേ റൂമർ കേട്ടായിരുന്നു. അപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. ഒഫീഷ്യൽ പോസ്റ്റ് വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യപടത്തിന്റെ ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ച് നടക്കാൻ പോവാണ് ഈ 18 ഏപ്രിൽ 18. ടൈമും കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല. ഹാപ്പി തമിഴ് ന്യൂ ഇയർ ആൻഡ് വിഷു എന്നുള്ള രീതിയിലാണ് പോസ്റ്റർ ആക്കിയിട്ടുള്ളത്. പിന്നെ ലൈക്ക് ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള പടം ആ പടത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഷൂട്ടർ ആപ്പായി എന്നുള്ള അറിയിച്ചുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഒരു പുതിയ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ കുബേര എന്ന് പറഞ്ഞിട്ടുള്ള ശേഖർ കമ്മൽ എടുക്കുന്നുണ്ടോ ധനുഷ്
നാഗാർജുന, ലക്ഷ്മികാന്ത് ഇവരും ഒക്കെ മെയിൻ കഥാപാത്രം എത്തുന്ന പടമാണ്. ഈ പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ പടത്തിന് വരും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഏപ്രിൽ 20 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പ്രൊമോ ഒന്ന് പുറത്തിറങ്ങും. പിന്നെ ഹിറ്റ് തേർഡ് കേസ് എന്നാണ് പടത്തിന്റെ ട്രെയിലർ ലോഞ്ച് വേണ്ടി നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ലൈവായിട്ട് യൂട്യൂബിലൊക്കെ കാണിച്ചായിരുന്നു, കാണേണ്ടവർ കണ്ടോക്കാം. പിന്നെ ട്രെയിലർ ലോഞ്ച് വേണ്ടി ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള കൊല്ലം ശൈലേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ആളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു സെൽഫി ആയിട്ട് സംഭവം എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അബ്കി ബാർ അർജുൻ സർക്കാർ എന്നുള്ള രീതിയിലാണ് ആൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ട്രെയിലർ ഇന്നലെ 11 രാവിലെ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല ട്രെയിലറായിട്ട് തന്നെ തോന്നി. ടീസർ പോലെ അത്ര ഒരു ഫാസ്റ്റ് കട്ട് അല്ലെങ്കിൽ ഗംഭീര സാധനമായിട്ടല്ല, ഒരു കുറച്ച് ഇമോഷണൽ കണക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ തിയേറ്ററിലൊക്കെ ഇതിന്റെ ഫ്ലക്സും പോസ്റ്റേഴ്സും കട്ടൗട്ടുകളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രഭാസിന്റെ പടം സന്ദീപ് റെഡ്ഡി വാങ്ങെടുക്കുന്ന പടമാണ്. ഈ പടത്തിന്റെ ഒരു റൂമർ ഇപ്പോൾ പുതിയതായിട്ട് കേൾക്കാൻ സാധിക്കുന്നത് ഈ പടത്തിൽ മമ്മൂട്ടി ഉണ്ടാകുന്ന രീതിയിലാണ്. അതുണ്ടാകാൻ ചാൻസ് കുറവാണ്, പക്ഷേ അങ്ങനെ കേൾക്കുന്നുണ്ട്. വില്ലനായിട്ട് വരും എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഉണ്ടാവും എന്നുള്ള കണ്ടന്റ് അറിയണം. എന്തായാലും മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞ ഭാഗത്ത് ഹാപ്പി വിഷു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനിന്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി വിഷു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഹാപ്പി വിഷു എന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ ഇതിൽ പറയാണ് ഹാപ്പി വിഷു. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ.